ശരിടാൻ വിളിക്കാൻ നീ എന്തേടി ഓഫീസിൽ ഇറങ്ങിയാ വിളിക്കാൻ? ഞാൻ രാവിലെ പറഞ്ഞതാണല്ലോ ഈവനിങ് ഇങ്ങോട്ട് വരാം. പിന്നെ എന്തിനാ വിളിക്കുന്നേ? ചായ ഇരിക്കുന്നേ? എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടോ? ചായ കുടിച്ചില്ലെങ്കിൽ തല പൊട്ടിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ കൂടെ നടന്നിട്ടാണ് ചായ കുടിക്കാത്ത. ഞാനിപ്പോ ചായ അടിച്ചത് നീ ഇപ്പൊ കുടിക്കുന്നില്ലെന്നാ? എന്നാ ഞാൻ നിർത്താൻ നോർത്തു. ഷുഗർ കട്ടാ ഗ്ലോ വരാൻ? ചിലതൊക്കെ കട്ട് ചെയ്യുന്നത് നല്ലല്ലേ? എടി നമ്മുടെ വിഷ്ണുവിന്റെ ഞാൻ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ? അല്ല നമ്മുടെ വിഷ്ണു ഇന്ന് പോയ ഓഡീഷന് കിട്ടിയവന് അടുത്ത മാസം പടം തുടങ്ങുന്ന പറയാം. അപ്പൊ നമ്മളോട് ആ വഴിയൊന്നും ചെല്ലാന്ന് ചോദിച്ചു. ചെറിയ ട്രീറ്റ് പരിപാടി. എടാ എനിക്ക് ഓഫീസിലൊരു പരിപാടി ഉണ്ടായിരുന്നു. നിന്റെ പരിപാടി അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് അവന്റെ അടുത്തോട്ട് പോവാം. നീ മറ്റേ ആദിത്യന്റെ പരിപാടിക്ക് പോവും, ഞാൻ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഓഫീസിലെ പരിപാടിക്ക് പോവാം. അല്ല നീ പറഞ്ഞില്ലല്ലോ പരിപാടിയുടെ കാര്യം. നമ്മൾ ഓഫീസിൽ ഇരുന്നപ്പോ ജസ്റ്റ് പ്ലാൻ ചെയ്തതാടാ. സാധാരണ നീ എന്തെങ്കിലും പറയൂ എന്നോട് ഇങ്ങനെ പുറത്ത്. ഞാൻ ഓഫീസിൽ ചെല്ലുന്ന കഴിയുമ്പോ നിനക്ക് മെസ്സേജ് അയക്കണം, അവിടെ നിന്ന് ഇറങ്ങുമ്പോ മെസ്സേജ് അയക്കണം. ഇത് എന്തുവാടാ? എടാ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു 100 കൂട്ട കാര്യങ്ങളുണ്ട് അവിടെ ചെയ്യാനായിട്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഓർത്ത് മെസ്സേജ് അയക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. അല്ല ഞാൻ നിന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നൊന്നും അല്ല. നമ്മള് റിലേഷൻ ആയ സമയത്ത് നീ തന്നെ ഇതൊക്കെ ശീലിപ്പിച്ചേ. അല്ലാണ്ട് എന്റെ ലോകം ഇങ്ങനെ നീയായി പോയ പോലെ. ഇതുകൊണ്ടാണ് ഞാൻ എന്റെ അടുത്ത് ഒരു കാര്യം പറയാത്തത്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിന്നോട് പറഞ്ഞാൽ അത് നേരെ ഉൾട്ടയാക്കിയിട്ട് നീ അത് എന്റെ തലയിൽ. അല്ല ഞാനതൊരു വർഷം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വിഷ്ണു, നീ കുറച്ച് പേഴ്സണൽ സ്പേസ് എടുക്കാൻ പറ്റും. ഞാൻ എന്റെ ഒരു ലൈഫ് ജീവിക്കട്ടെ, നീ നിന്റെ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോ. അതായത് നമുക്ക് രണ്ടുപേർക്കും ഒരു സെപ്പറേറ്റ് ലൈഫ് ജീവിക്കാം. ഇതൊരുമാതിരി ഈ പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എടാ ഞാൻ കുറെ ആലോചിച്ചിട്ട് ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാം. ഒരു ബ്രേക്ക്. നീ ബ്രേക്കപ്പ് ആവണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നേ. നീ നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം, ഞാൻ അപ്പോഴത്തേക്ക് എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം. നമുക്ക് രണ്ടുപേർക്കും ഒരു ലൈഫ് ബിൽഡ് ചെയ്യാനും പറ്റും. ഹലോ, ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുക. ഓക്കെ, ഞാനെന്നാ പോട്ടെ. എടാ വൈകിട്ട് ഫ്രീ ആകുമ്പോഴേ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ. എടാ ഞാൻ ഓഫീസിലെത്തിയേ, ഞാൻ ദേ പുറത്തേക്ക് ഒന്ന് ഇറങ്ങുക. ഇങ്ങോട്ട് വിളിച്ച് തിരക്കിക്കൂടെ? എന്റെ ആകുമ്പോ നൈസായിട്ട് ഒഴിവാക്കുകയാണല്ലേ, അതാണ് സത്യാവസ്ഥ. അതിന്റെ പരിഹാരമൊന്നുമില്ല. കാരണം ഈ പല വർഷം റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് പെട്ടെന്ന് എങ്ങനെ മാറാൻ പറ്റുന്നതെന്നാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ ഭാഗത്തുള്ള ഒരു തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് കബഡി നടത്തിയൊന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇപ്പം അവര് ഓഫീസിൽ പോയി അവരുടെ ഫ്രണ്ട്സുമായിട്ടെല്ലാം മിങ്കിൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്, ഇല്ലാന്നല്ല. പക്ഷെ അവിടെ പോകുമ്പം അവര് അവരുടെ ആയിട്ടുള്ള ഒരു ലോകത്തിലേക്ക് അങ്ങ് നിൽക്കുവാണ്. എന്നിട്ട് അവര് ആളങ്ങ് മാറി പഴയ കാര്യങ്ങൾ എങ്ങനെ മറന്നു പോകുന്നതാണ് മനസ്സിലാവാത്തത്. കാരണം കൂടെ നിന്ന് അല്ലെങ്കിൽ കൂടെ കൈപിടിച്ച് കയറ്റാൻ നിന്ന ആൾക്കാർ പോലും മറന്ന് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു സാഹചര്യം വരുന്നതെന്നാണ് മനസ്സിലാവാത്തത്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ സ്റ്റക്കായി പോകുന്നത്. പിന്നെ പല പെമ്പിള്ളേർ ഇപ്പൊ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ബ്രേക്കപ്പ് വേണ്ട, ഒരു ബ്രേക്ക് എടുക്കാം, നീ നിന്റെ സ്പേസിൽ ജീവിക്കും, ഞാൻ എന്റെ ഒരു പേഴ്സണൽ സ്പേസ് എടുക്കാം, എന്റെ സ്പേസിൽ ജീവിക്കാം, എന്നിട്ട് നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഓക്കെ ആവുന്നെങ്കിൽ കേട്ടാ. ഇതൊക്കെ എന്താ പറയേണ്ടതെന്ന് പോലും ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാവുന്നില്ല. ഒറ്റ വാക്കിലാണ് പറയണമെങ്കിൽ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയല്ലേ, അത് തന്നെയാണ്. അതിലുപരി വേറെ ഒന്നും ഇല്ല അതിൽ പറയാൻ. ஆஃபீஸில் அந்த மேனேஜர் வேலை சொல்லி சாவடிக்கிறான்டா. ஒரு மாதிரி ஸ்ட்ரெஸ்ஸாக இருக்கு. ஓ அப்படியா? என்ன ஓ அப்படியா? ஏய் என் லேப்டாப் பேக் எங்க? தெரியலையே, கடையிலே வச்சுட்டேன்னு நினைக்கிறேன். இரு நான் போய் எடுத்துட்டு வரேன். டேய் டேய்
என்னால சும்மாவே இருக்க முடியாதுல்ல, ஏதாவது ஒன்று பண்ணிட்டே இருக்கணும். ஏய் லூசு, உனக்கு பண்ணாமல் வேறு யாருக்கு டீ பண்ணுறது? உனக்கே இந்த மந்த்து காசு டைட்டா இருக்குன்னு சொன்னேன், அப்புறம் எதுக்கு இதெல்லாம்? காசு எப்போ வேணால் சம்பாரிச்சிக்கலாம். ஆனால் இந்த பொக்கே கொடுக்கும்போது மூஞ்சில் ஒரு சிரிப்பு வந்துச்சுல, அது எவ்வளோ காசு கொடுத்தாலும் வராது. பசிக்குது, சாப்பிட போகலாமா? போலாமே. ஆனால் அதுக்கு நீ தான் ஸ்பான்சர். ம். സത്യം എഫേർട്ട് മാറ്റേഴ്സ്. ആ പുള്ളിക്കാരി അത്രയും സ്ട്രെസ്സിൽ നിന്നെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പം ആ ഒരു ചെറിയൊരു സന്തോഷം കൊടുക്കുമ്പം ആ ഒരു എൻ്റയർ മൂഡ് തന്നെ മാറ്റാൻ കഴിയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര അധികം ഒരു സ്ട്രെസ്ഫുൾ ലൈഫാണെങ്കിലും അത് ഹാപ്പി ആയിട്ട് മാറും. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പം അതാണ് സംഭവം, എഫേർട്ട് മാറ്റേഴ്സ്. അപ്പം അത് ഒരു സൈഡിൽ നിന്നല്ല, രണ്ട് സൈഡിൽ നിന്നും.